ഇനി മറ്റു പല ജീവികൾക്ക് മുന്നിൽപ്പെട്ടാൽ നമുക്ക് ഓടി രക്ഷപ്പെടാം, ഓടാൻ പറ്റിയെങ്കിൽ. പക്ഷേ കടന്നൽ കൂട്ടത്തിന് മുന്നിൽപ്പെട്ടാൽ ഓടി രക്ഷപ്പെടാൻ പോലും പറ്റില്ല. കാരണം നമ്മളെക്കാൾ വേഗത്തിൽ കടന്നലുകൾ ഓടിയെത്തും. അപ്പോൾ കടന്നൽ കുത്തേറ്റാൽ എന്ത് ചെയ്യും? എന്താണ് പോം വഴി? കടന്നലിനെ കണ്ടാലോ ആദ്യ കുത്തേറ്റാലോ സുരക്ഷിത സ്ഥാനം അടുത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. കാരണം ആദ്യം കുത്തുന്നവന്റെ പിന്നാലെ ഒരു പട ഇളകി വരുന്നുണ്ട്. തലയിലും മുഖത്തുമാണ് ആദ്യ ആക്രമണം. ഹെൽമറ്റ്, ചാക്ക്, കട്ടിയുള്ള തുണി, വാഴയില പോലെ വലിയ ഇല എന്നിവ അടുത്തുണ്ടെങ്കിൽ തലയും മുഖവും സുരക്ഷിതമാക്കുക. കാർ പോലെയുള്ള വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ളിൽ കയറി ഗ്ലാസ് ഇട്ടിരിക്കാം. വീട്ടിൽ കയറി വാതിലും ജനലും അടയ്ക്കാം. കുളമോ പുഴയോ അടുത്തുണ്ടെങ്കിൽ വെള്ളത്തിൽ മുങ്ങാം. ഇര പോയ വഴി പിന്തുടരാനും ഏറെ നേരം കാത്തുനിൽക്കാനും കടന്നലുകൾക്ക് അറിയാമെന്നതാണ് ഇതിലെ പ്രതിസന്ധി. ശരീരത്തിന്റെ പ്രതിപ്രവർത്തനം, രക്തസമ്മർദ്ദം താഴുക തുടങ്ങിയ അവസ്ഥയും ജീവന ഭീഷണി ഉയർത്തുന്നതാണ്. കുത്തേറ്റ ഭാഗത്ത് സ്പർശനം നഷ്ടപ്പെടുക പോലുള്ള അവസ്ഥയും ഭാവിയിലുണ്ടാകും. അലർജി മൂലമുള്ള റിയാക്ഷനാണ് കടന്നലിന്റെ കുത്തേറ്റാൽ മരണകാരണമാകുന്നത്. കടന്നൽ കുത്തുവഴിയുള്ള വിഷം ശരീരത്തിലെത്തുമ്പോൾ ശ്വാസതടസ്സം, ശബ്ദം നഷ്ടപ്പെടൽ, നെഞ്ചിൽ നീർക്കെട്ട്, ഛർദി എന്നിവ ഉണ്ടായി മരണം സംഭവിക്കാം. ശ്വാസകോശം, ഹൃദയം തുടങ്ങിയ ആന്തരിക അവയവങ്ങളെ ബാധിച്ച് അവയുടെ പ്രവർത്തനം തകരാറിലാക്കാനും കഴിയും. ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവർക്ക് ഒന്നോ രണ്ടോ കുത്തുകിട്ടിയാലും അത് ഗുരുതരമാകാറില്ല. എന്നാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും അലർജിയും ഉള്ളവർക്ക് കടന്നൽ കുത്ത് മരണകാരണമായേക്കാം. കുത്തേറ്റാൽ 1 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിലെത്തണം. ശരീരത്തിൽ നിന്ന് കൊമ്പ് ഊരിമാറ്റുകയും അലർജിക്കുള്ള മരുന്നുകൾ നൽകുകയും വേണം. കുത്തേറ്റ ഭാഗം വെള്ളം ഉപയോഗിച്ച് കഴുകി ഐസ് വെക്കണം. ചിലരിൽ കടന്നലിന്റെ കുത്തേറ്റ് 12 മണിക്കൂർ കഴിഞ്ഞ ശേഷമാകും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കടന്നലിന്റെ കുത്തേൽക്കുന്ന സ്ഥലത്ത് ചിലർ മഞ്ഞൾ, ടൂത്ത് പേസ്റ്റ്, തേൻ എന്നിവ പുരട്ടുന്നതായി കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല.